ഇനിയിപ്പോ നമ്മൾ തൊഴിലില്ലായ്മയിലേക്ക് പോയാലോ? ഈ ഇലക്ഷൻ തീർച്ചയായിട്ടും അത് ശക്തിയായിട്ട് പിന്നെ വർക്ക് ചെയ്യണമല്ലോ, ഡിസ്കസ് ചെയ്യണമല്ലോ. എന്താണ് തൊഴിലില്ലായ്മയുടെ? അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോൾ പറഞ്ഞത്, ഞാന് ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ഈ മേഖലകളിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ്. ടെക്നോളജി, ട്രേഡ്, ടൂറിസം, ട്രെയിനിങ്, ഈ 4 മേഖലകളിൽ വളരെ ശക്തമായി ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ശ്രമങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ശ്രമങ്ങൾ എങ്ങും എത്തിച്ചേർന്നിട്ടില്ല, എങ്ങും ഇന്ത്യയെ കൊണ്ട് എത്തിച്ചിട്ടില്ല. അതായത് ഒരു വർഷം 2 കോടി തൊഴിൽ എന്ന രീതിയിൽ ആദ്യത്തെ 5 വർഷം കൊണ്ട് 10 കോടി തൊഴിൽ സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞപ്പോഴേക്ക് 20 കോടി തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, തൊഴിൽ മേഖല വളരെ അശാന്തമായിരിക്കുകയാണ്. യങ്സ്റ്റേഴ്സ് തൊഴിലില്ലാതെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട്, റഷ്യയിലേക്ക് തൊഴിൽ നൽകാമെന്ന്, എവിടെയെങ്കിലും നല്ല തൊഴിൽ കിട്ടാമെന്ന് വെച്ചാൽ, ജീവിക്കാൻ ഉതകുന്ന തൊഴിൽ കിട്ടാമെന്ന് വെച്ചാൽ അങ്ങോട്ട് പലായനം ചെയ്യുകയാണ് നമ്മുടെ യൂത്ത്. അങ്ങനെയാണ് റഷ്യയിലേക്ക്, അവിടെ എന്താ പറയുക, സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഏജൻസികൾ പറ്റിച്ചു കൊണ്ടുപോയി യുദ്ധമുഖത്തേക്ക് യുദ്ധം ചെയ്യാനായിട്ട് അവരെ നിയോഗിക്കുന്നു. ഒരു പരിചയമില്ലാത്തവരെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു, യുദ്ധത്തിൽ മറ്റു തരത്തിലുള്ള അവശതകൾ ഏറ്റുവാങ്ങുന്നു. അങ്ങനെ അതായത് എവിടെയെങ്കിലും ഒരു തൊഴിൽ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഇന്ത്യക്കാരന്റെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യക്കാരെ തള്ളിവിട്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പൊ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ തൊഴിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു വന്ന നരേന്ദ്രമോദി തൊഴിൽ മേഖലയെ ആഞ്ഞിടിച്ച് ഉടച്ചത് എപ്പോഴായിരുന്നു? ആ ഡീമോണിറ്റൈസേഷൻ, അതായത് 86.4% കറൻസി ഒറ്റ രാത്രി കൊണ്ട് പിൻവലിച്ച, ഇല്ലീഗലാക്കിയ ആ ഒറ്റ രാത്രി കൊണ്ടാണ് ഇവിടുത്തെ, അതായത് എങ്ങനെയാണ് അത് സംഭവിച്ചത്? അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, അതിന്റെ ഇന്ധനം തീർന്നു പോയാൽ എന്താ സംഭവിക്കുക? അത് ഇടിച്ചു നിൽക്കും. അതാണ് ഒരു സമ്പദ്ഘടനയെ സംബന്ധിച്ച് കറൻസി എന്ന് പറയുന്നത് അതിന്റെ ഇന്ധനമാണ്, അതിന്റെ ലൂബ്രിക്കന്റ് ആണ്. ആ ഇന്ധനം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇക്കോണമി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ധനം ഇല്ലാതെ മുഴുവൻ കറൻസിയും 87%, കറൻസി പിൻവലിച്ചതോടെ എന്ത് സംഭവിച്ചു? ഒരു വണ്ടി ഇടിച്ചു നിൽക്കുന്നത് പോലെ തന്നെ സമ്പദ്ഘടന പണമില്ലാതെ ഇടിച്ചു നിന്നു. പണമില്ലാതെ ഇടിച്ചു നിന്നാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക? ഏറ്റവും കൂടുതൽ മനുഷ്യരെ എംപ്ലോയ് ചെയ്യുന്ന, തൊഴിൽ സൃഷ്ടിക്കുന്ന നാമമാത്ര ഇടത്തരം, ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയാണ് ആദ്യം തറപറ്റിക്കുക. ആ സംരംഭങ്ങളെല്ലാം അടിഞ്ഞു വീണ് തൊഴിലില്ലാതെയായി. അതാ നീതി ആയോഗിന്റെ അന്നത്തെ CEO ആയിരുന്ന രാജീവ് കുമാർ തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രസ്താവന ഞാൻ വീണ്ടും ഇവിടെ പ്രസ്താവിക്കുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന? 75 വർഷത്തെ ഏറ്റവും രൂക്ഷമായ പണച്ചുരുക്കം. 75 വർഷം എന്ന് അദ്ദേഹം പറഞ്ഞ 1935 തുടങ്ങിയ റിസർവ് ബാങ്കിന്റെ ചരിത്രത്തില് ആ 2016 ആവുമ്പോൾ ഏറ്റവും വലിയ രൂക്ഷമായ പണപ്രതിസന്ധി. പൈസ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്, വണ്ടി ഇടിച്ചു നിൽക്കും ഇന്ധനം തീർന്നാൽ. അതുപോലെ സമ്പദ്ഘടന, പണം തീർന്നാല് ശരിക്കും ഒരു വണ്ടിക്ക് എങ്ങനെയാണോ ഇന്ധനം, അതുപോലെയാണ് ഒരു സമ്പദ്ഘടനയ്ക്ക് പണം. അങ്ങനെ പണം വലിച്ചെടുത്തതോടുകൂടി ഇടിച്ചു നിന്നു. അപ്പൊ രാജീവ് കുമാർ പറഞ്ഞു, അങ്ങനെ 75 വർഷത്തെ ഏറ്റവും രൂക്ഷമായ പണപ്രതിസന്ധി, പണച്ചുരുക്കം, അതായത് ഡിഫ്ലേഷണറി സിറ്റുവേഷൻ. രണ്ടാമത്തെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? 45 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ. ഇത് രണ്ടും സൃഷ്ടിച്ചത് നരേന്ദ്രമോദിയുടെ ബുദ്ധിശൂന്യരായ ഉപദേഷ്ടാക്കളുടെ ഉപദേശപ്രകാരം അദ്ദേഹം എന്താണ് പറഞ്ഞത്? അതായത് ഡീമോണിറ്റൈസേഷൻ, പണം പിൻവലിക്കൽ, കറൻസി, നിലവിലിരുന്ന കറൻസിയുടെ 86% ഒറ്റയടിക്ക് പിൻവലിച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. അതിൽ നിന്ന് കരകയറാൻ പതുക്കെ കറൻസി വന്ന് പതുക്കെ, നമുക്കറിയാം, വളരെ പതുക്കെ ഒച്ചിഴയുന്ന ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം പിൻവലിച്ചെങ്കിൽ പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യുന്നത് ഒച്ചിഴയുന്ന വേഗത്തിലായിരുന്നു. അപ്പോഴേക്കും സമ്പദ്ഘടന നിലം പരിശായിരുന്നു. അങ്ങനെ നിലം പരിശായ സമ്പദ്ഘടനയെ ഒരു തരത്തിലൊക്കെ പൊക്കി കൊണ്ടുവരുമ്പോഴത്തേനുമാണ് 2019 COVID-19 വരുന്നത്. അങ്ങനെ COVID-19 പിടിയിൽ അകപ്പെട്ട്
പിന്നെയും GDP-യുടെ ഗ്രോത്ത് താഴേക്ക് പോകുന്നു. തൊഴിലില്ലായ്മ പിന്നെയും രൂക്ഷമാകുന്നു. പതുക്കെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ടു വന്ന സ്ഥിതിയിൽ വീണ്ടും അത് തൊഴിലില്ലായ്മ ശക്തമാകുന്നു. അത് 2021-22 വരെയും അതിന്റെ പ്രത്യാഘാതങ്ങൾ. അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ഇക്കോണമിയിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന്. ഇന്ത്യയിൽ നിന്ന് ഓരോ വർഷവും ലക്ഷക്കണക്കിന് യങ്സ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ട് തൊഴിൽ തേടിയൊക്കെ വിദേശത്തേക്ക് കടക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യൻ പൗരത്വം പോലും നിഷേധിച്ച് വേണ്ടെന്ന് വെച്ച് വിദേശ പൗരത്വം സ്വീകരിക്കാൻ തയ്യാറായി പോവുകയാണ് ഇവിടുത്തെ യങ്സ്റ്റേഴ്സ്. എന്തുകൊണ്ടാണ്? അവരവരുടെ മദർലാൻഡിന്, സ്വന്തം മാതൃരാജ്യത്തെ വേണ്ടെന്ന് വെച്ച് മറ്റൊരു രാജ്യത്തേക്ക്, തീർച്ചയായിട്ടും ഒരു മാതൃരാജ്യത്ത് കിട്ടുന്ന സ്നേഹവും അംഗീകാരവും ഒരിക്കലും ഒരു സിറ്റിസണ് മറ്റൊരു രാജ്യത്ത് കിട്ടുകയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് മാതൃരാജ്യത്തെ കളഞ്ഞ് അവർ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കാൻ ശ്രമിക്കുന്നത്? ഇവിടുത്തെ തൊഴിലില്ലായ്മ, ഇവിടുത്തെ മറ്റെല്ലാ തരത്തിലുള്ള സാമൂഹ്യ സിറ്റുവേഷനുകൾ, ഇതൊന്നും തന്നെ ആരെയും ആകർഷിച്ച് നിർത്തുന്ന തരത്തിലുള്ളതല്ല, ആരെയും ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ളതല്ല. അതാ റിസർവ് ബാങ്കിന്റെ ഇത് കണക്ക് തന്നെ നോക്കൂ. വിദ്യാഭ്യാസ വായ്പ 16 ലക്ഷം മുതൽ 40 ലക്ഷം വരെ വായ്പ എടുത്തിട്ടാണ്, ബാങ്ക് വായ്പ എടുത്തിട്ടാണ് യങ്സ്റ്റേഴ്സ്, 12ാം ക്ലാസ് കഴിഞ്ഞ യങ്സ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് വിദേശ പഠനത്തിനായിട്ട് പോകുന്നത്. കാരണം ഞാൻ ടെക്നോളജി കൊണ്ട്, ട്രെയിനിങ് കൊണ്ട് ഒക്കെ ഇന്ത്യയെ വലിയ സമ്പന്ന രാഷ്ട്രമാക്കുമെന്ന്, വികസിത രാഷ്ട്രമാക്കുമെന്ന് തുടരെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇതിനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ടാണ് 12ാം ക്ലാസ് കഴിയുന്ന കുട്ടികള് അടുത്ത വിദ്യാഭ്യാസം ഇവിടെ ആയാൽ പ്രയോജനമില്ലെന്ന് കണ്ടാണ് ഇന്ത്യ വിട്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ വിട്ടുപോകുന്ന കാരണം കൊണ്ട് ഇതാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 90,000 കോടിയാണ് വിദ്യാഭ്യാസ വായ്പ നോൺ പെർഫോമിംഗ് ആയി ഭവിച്ചിരിക്കുന്നത്. എന്താണ് ഒരു വായ്പ നോൺ പെർഫോമിംഗ് ആവുക? തിരിച്ചു വരാത്ത വായ്പ. അപ്പൊ ഈ വായ്പയല്ലേ എവിടേക്കാ പോകുന്നതെന്ന് ഓർക്ക്. ഏത് രാജ്യത്തെ നന്നാക്കാനാണ്? വിവിധ രാജ്യങ്ങളിലേക്കാണ് ഒഴുകി പോകുന്നത്. നമ്മുടെ ജനങ്ങളുടെ ഡെപ്പോസിറ്റ്സ്, അത് ഇവിടെ ബാങ്ക് വായ്പ, അതായത് ബാങ്കിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പയായിട്ട് എടുത്ത് കുട്ടികൾ വിദേശ പഠനത്തിന് പോകുന്നു. ഈ വിദേശ പഠനത്തിന് പോകുന്ന കുട്ടികൾ പലപ്പോഴും അവർ വിദ്യാഭ്യാസം തന്നെ പരുങ്ങല്ലാകാം. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ജോലി ഒരു പക്ഷെ കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. പക്ഷെ സമയത്ത് ഈ വായ്പ തിരിച്ചടയ്ക്കാൻ അധികവും പറ്റുന്നില്ല. അങ്ങനെ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചടയ്ക്കപ്പെടാത്ത വായ്പയായിട്ട് അത് മാറുന്നു. അതിനെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ഈ വിദ്യാഭ്യാസ വായ്പ എടുത്തത് തന്നെ 90,000 കോടി കിട്ടാക്കടമായി കലാശിച്ച് ഇരിക്കുന്നതായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഈ അടുത്തിടെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കുക, ഈ തരത്തിലാണ് ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തൊഴിലില്ലായ്മ, തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ യുവതലമുറയെ, പെണ്ണിനെയും ആണിനെയും ഇവിടം വിട്ട് ഓടിക്കുന്നത്. അപ്പൊ അവരെ ഇവിടുന്ന് അടിച്ചോടിക്കുന്നതിന് തുല്യമാണ് ഇവിടെ തൊഴിൽ സാധ്യതകളില്ല, ഇവിടെ ജീവിക്കാൻ ഒക്കുകയില്ല എന്ന ഒരവസ്ഥ വരുന്നത്. അതിനേക്കാൾ ദൂഷിതമായ മറ്റൊരവസ്ഥ ഒരു സമ്പദ്ഘടനയിൽ നമുക്ക് പ്രതീക്ഷിക്കാനില്ല. യുവജനങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല. തൊഴിലില്ലെങ്കിൽ പിന്നെ എന്ത് പ്രതീക്ഷിക്കാനാണ്? എന്ത് ജീവിതമാണ് കെട്ടിപ്പടുക്കാമെന്ന് അവർ വ്യാമോഹിക്കുക. അതുകൊണ്ട് തന്നെ അവര് തൊഴിൽ കിട്ടാവുന്ന സാധ്യതകൾ തേടി, അതായത് വിദ്യാഭ്യാസം എബ്രോഡ് ആക്കിയാൽ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരാം, അങ്ങനെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കിട്ടുന്ന ജോലി ചെയ്യാം എന്ന് വിചാരിച്ച് അവര് വിചാരിക്കുകയാണ്. അങ്ങനെ അവർ പോവുകയാണ്. അപ്പം അത്തരം ഒരു ദുരവസ്ഥയിലേക്ക് ഇവിടുത്തെ യുവജനതയെ തള്ളിവിടാൻ മാത്രമാണ് തൊഴിൽ സൃഷ്ടിക്കും, 2 കോടി തൊഴിൽ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് വന്ന നരേന്ദ്രമോദിക്ക് കഴിഞ്ഞത്. അപ്പൊ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികൾ ഒന്നും തന്നെ നടപ്പാക്കാത്ത ഗ്യാരണ്ടികളാണ്, വെറുതെ വെള്ള പൂശിയ ഗ്യാരണ്ടികളാണ് എല്ലാം തന്നെ. അതായത് ബൈബിളിലുണ്ട് വൈറ്റഡ് സെപ്പൾക്കർ, അതായത് വെള്ള പൂശിയ കുഴിമാടങ്ങളെ എന്നൊരു ഫ്രേസ് ഉണ്ട് ബൈബിളില്. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികളൊക്കെ തന്നെ വെള്ള പൂശിയ കുഴിമാടങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വീഴാതെ നമ്മുടെ രാജ്യത്തെ യഥാർത്ഥത്തിൽ തൊഴിൽ സൃഷ്ടിക്കുന്ന രാജ്യമായി മാറണം. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന നോളജ് ഹബ്ബായി മാറണം. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ വളർന്നു വരുന്ന സാഹചര്യത്തില് അത്തരം ടെക്നോളജിയുടെ തലപ്പത്തെത്താൻ നമ്മുടെ യുവാക്കളെ നമ്മൾ പരിശീലിപ്പിക്കണം, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റാണ് ഭരണത്തിൽ വരേണ്ടത്. അതല്ലാതെ
ഇങ്ങനെ പിന്നെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ പോലെയുള്ള ഗ്യാരണ്ടി 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 എന്ന് പറഞ്ഞു വരുന്ന ഗവൺമെന്റുകളല്ല വരേണ്ടത് എന്ന് നാം എപ്പോഴും യുക്തിസഹമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം.